ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നനച്ചുള്ളി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നമ്മുടെ നോമ്പൊക്കെ ഇങ്ങോട്ട് അടുത്തെത്തിയാലോ അല്ലേ. അതിനായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ടാവും. വീട് വൃത്തിയാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ഇവിടുത്തെ നനച്ചുള്ളി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിതാ വീടൊക്കെ വൃത്തിയാക്കണത് സ്കൂളുള്ള ദിവസം നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഒരു തിങ്കളാഴ്ച മുതലാണ് കേട്ടോ ഞാൻ ചെയ്തു തുടങ്ങിയത്. വ്യാഴാഴ്ച വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യാൻ നിൽക്കണായിട്ടും നല്ലത് നമ്മൾ ഓരോ ദിവസം ഓരോന്ന് ചെയ്ത് തീർക്കണതാണ് നല്ലത്. അതിനായിട്ട് ഇതാ രാവിലെ അടുക്കളയിൽ കയറിയിട്ട് ചോറും കറിയും പിന്നെ ചായ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ചായയും കറിയും അതൊക്കെ ആക്കിയിട്ട് കുട്ടികളെ വേഗം പറഞ്ഞയക്കുകയാണ് കേട്ടോ. അവരെ കണ്ട് പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കാറുള്ളൂ. അവർ പോകുമ്പോഴേക്കും ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. വണ്ടി വരാനൊക്കെ 9:30 ഒക്കെ ആവും. പിന്നെ ഞാനിത് നനച്ചുള്ളി ഇല്ലേന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ദിവസം നേരത്തെ എണീച്ച് അടുക്കള പണികൾ തീർക്കുക അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. നമ്മൾ സാധാ എണീക്കണ ആ സമയത്ത് തന്നെ എണീച്ചിട്ട് അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് എന്നിട്ടാണിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല. കറി ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കും, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. മീനൊന്നും അങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല. ഒക്കെ ഒരു തട്ടിക്കൂട്ടിലാണ്ട് പോയി. നമ്മളെല്ലാം കൂടി ചെയ്യാൻ നിൽക്കുമ്പോൾ ഒക്കെ നേരം വൈകുള്ളൂ. പിന്നെ ഒരു ദിവസം കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം നമുക്ക് കറി വെക്കണ്ട. കാരണം ഇവിടെ അങ്ങനെ ആൾ കുറവല്ലേ ഇപ്പോൾ. പിന്നെ ഉമ്മാക്കാണെങ്കിലും അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും ഉള്ളതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കും. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പണികൾ നോക്കണത് കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീച്ച ഉടനെ തന്നെ കുറച്ച് തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് തോരയിടുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ അഴയിലുമ്പോൾ കുറച്ചൊക്കെ ഇട്ട് അതിന് ബാക്കി വന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ അഴയിലുമ്പോൾ ഒന്നും അധികം വല്ലാതൊന്നും ഇടാറില്ല. അപ്പോൾ ബാക്കി വന്നത് ഞാൻ ഇതും ഇട്ടതാണ് കേട്ടോ. അതൊരു വല്ലാത്ത പണിയായിപ്പോയി. അഴയിൽ അങ്ങോട്ട് പൊട്ടി വീണ് ഭാഗ്യത്തിന് അധികമൊന്നും ഇട്ടൊന്നുമില്ല. കുട്ടികളെ ചെറുതാണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ അതൊക്കെ വേഗം ഒന്ന് വാരി എടുത്തിട്ട് വേഗം പിന്നെയും വന്നൊക്കെ ഒന്ന് കഴുകി തോരട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയി. അങ്ങനെ കുട്ടികൾ പോയിട്ട് പിന്നെ ചായ അവർ പോണതിന് മുന്നേ തന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് ഒരുമിച്ച് ഞങ്ങൾ ചായ കുടിച്ചത്. സാധാരണ കുട്ടികൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഇരിക്കാറ്. ഇന്നിപ്പോൾ ക്ലീനിങ്ങൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങിയത്. അപ്പോൾ അത് ഇന്നലെ ഞാൻ ഉപ്പാടെ റൂമും പിന്നെ ഉമ്മയും റിസാനും കൂടി കിടക്കുന്ന റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതാ ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യണത്. ആദ്യം തന്നെ കുട്ടികളെ ഡ്രസ്സൊക്കെ ആക്കി വെച്ച കൊട്ടയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പൊടിയൊക്കെ ഒന്ന് തട്ടി കുടയണതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മുടെ മൂക്കുമായി ഒന്ന് അടച്ച് പൂട്ടി കെട്ടണം കേട്ടോ. ഇല്ലെങ്കിൽ നല്ല 8-ൻ്റെ പണി കിട്ടും. എന്നിട്ട് എനിക്ക് നല്ല പണി കിട്ടിയെടുക്കണം. കാരണം ജലദോഷം ആണോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. എന്നാൽ ഒരു സൗണ്ട് അടപ്പും തൊണ്ടവേദന ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മരുന്നൊക്കെ ഇങ്ങനെ എന്നും കഴിക്കണോണ്ട് തന്നെ ഇങ്ങനെയൊക്കെ മൊത്തമായിട്ട് അടച്ചു കൂട്ടിയിട്ടും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് കേട്ടോ. മാസ്ക് ഇട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ. മാസ്ക് ഇട്ടാൽ അതിന് ഉള്ളിൽ കൂടെ ഒക്കെ കയറി ഞാൻ തുമ്മൽ തുടങ്ങും. അപ്പോൾ ഞാനിങ്ങനെ ഒരു തോർത്ത് വെച്ചിട്ടൊന്ന് അടച്ച് കൂട്ടി കെട്ടി വെച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അഴിച്ചു വെക്കും. അല്ലാത്ത നമ്മൾ പൊടി തട്ടാനായിട്ട് ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ കെട്ടണുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഷർട്ട് നമ്മൾ തൂക്കിയിടണ ഏങ്കർ അതെല്ലാം ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ മദ്രസയിൽ പോകുന്ന ഡ്രസ്സുകളും ഒക്കെ ഈ ഒരു ഭാഗത്ത് ഏങ്കറുമല്ലാണ് കേട്ടോ നമ്മൾ തൂക്കിയിടാറ്. അപ്പോൾ അതും ഒക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കുകയാണ്. ഒരു 2-4 മാസം മുന്നേ കടയുടെ ഹെഡ്സെറ്റ് കാണാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കട ബാഗ് ഞാൻ കഴുകാനെടുത്തപ്പോൾ കോയമ്പത്തൂർ കൊണ്ടാണ് ബാഗ് കഴുകാനെടുത്തപ്പോൾ കഴുകുമ്പോൾ ഞാനത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാൻ അതിന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം പിന്നെ എവിടെയും കണ്ടില്ല. കാക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു കേട്ടോ അത്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ അത് എവിടെയും നട്ടൊക്കെ ഓർമ്മയില്ല. അതായത് അങ്ങനെ ഉപ്പാടെ റൂം വൃത്തിയാക്കുമ്പോൾ റേക്കട മേലാണ് കേട്ടോ ഈ സംഭവം പെട്ടെന്ന് അങ്ങോട്ട് വീണ് താഴത്തേക്ക്. അങ്ങനെ ഇട്ടത് കിട്ടിയത് എങ്ങനെ അവിടെ എത്തിയെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണ് കേട്ടോ നമ്മൾ നനച്ചുള്ളിപ്പടി അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാണ്ടായ പല സാധനങ്ങളും ആ സമയത്ത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. കാരണം ഞാൻ അടുക്കള മിക്ക ദിവസങ്ങളിലും ഞാൻ അടുക്കള ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ചതൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവാതിരിക്കാറുണ്ട്. ആ ഒരു സമയത്ത് അതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് കാണാണ്ട് പോയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ ഞാനൊരു ഭാണ്ഡക്കെട്ട് കൊണ്ടുപോയില്ലേ, ആ ഒരു കെട്ട് നമ്മുടെ സോഫ സെറ്റിൻ്റെ പില്ലോ ആണ് കേട്ടോ. അത് ഞാൻ കുട്ടികളുള്ള സമയത്ത് ഞാനതുമ്മേ വെക്കാറില്ല. ഇല്ലാത്ത സമയത്ത് ഇവർ മാത്രമാണെങ്കിൽ അതെടുത്ത് തട്ടി കളിക്കൊന്നുമില്ല. എല്ലാവരും കൂടി വരുന്ന സമയത്ത് അവരതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടി കളിക്കും. അപ്പോൾ ഞാനങ്ങനെ ഒരു ബെഡ്ഷീറ്റിലൊക്കെ കെട്ടിപ്പൂട്ടിയിട്ട് അങ്ങനെ അലമാര മേലെ വെക്കാറാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ അലമാര മേലുള്ള കുറച്ച് ഇക്കാടെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. കുട്ടികളുടെ 2 കൊട്ടയാണ് ചെറുതിലുള്ള, അതിലൊക്കെ അങ്ങനെ കറണ്ടിൻ്റെ സംഭവങ്ങൾ അങ്ങനെ കുറേ ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആക്കി വെച്ചെടുക്കുകയാണ്. അതൊക്കെ ഇറക്കി വെച്ച് അലമാര മേലൊക്കെ ഒന്ന് അടച്ച് പിന്നെ അടിച്ച് പിന്നെ അതാ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് പുറത്തുനിന്നൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഈ ജനലുകളൊന്നും നമ്മൾ എപ്പോഴും അങ്ങോട്ട് തുറന്നിടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ 8 കാലി ജനലിൻ്റെ ഡോറിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൂട് കൂട്ടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈർക്കിളിയുടെ ചൂല് വെച്ചിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടി തട്ടി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ റൂമിൽ റേക്കിൻ്റെ മേലേന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോക്സ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് പാട്ട് ഇതൊക്കെ വെക്കണതാണ് കേട്ടോ. അപ്പോൾ അത് അതൊക്കെ ഒന്ന് എടുത്ത് അതൊക്കെ ഒന്ന് തട്ടി മാറ്റി ഒരു മഫ് നനഞ്ഞത് വെച്ചിട്ട് പഴയതാണ്, അതൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കണത്. ഞാൻ കുറച്ച് ചോറ് കൊടുത്തയക്കണുണ്ട്. ഉമ്മ അത് ഓട്ടോറിക്ഷയിൽ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കണതാണ് കേട്ടോ അവിടെ നിന്ന് ഉമ്മ വരുമ്പോഴൊക്കെ. അപ്പോൾ ആ വണ്ടിയിൽ നമുക്ക് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉമ്മ അങ്ങോട്ട് കൊടുത്തയച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചെറിയ സാധനങ്ങൾ എന്തൊക്കെ അതിലുണ്ട് അതൊക്കെ കൂടിയിട്ട് ഉമ്മ അങ്ങോട്ട് കൊടുത്തയച്ചെടുക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറ് എവിടുന്നാന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ നേർച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ അവർക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾക്കും കൂടി ഉള്ളത് ഇങ്ങോട്ട് വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഡ്രൈവർ തന്നെയാണ് കേട്ടോ. നമ്മൾ സിദ്ദിഖാണ് കേട്ടോ ഡ്രൈവർ. അപ്പോൾ ഞാൻ കയറിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടോ, പിന്നെ അതിന് പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേഗം പോയി. അങ്ങനെ പിന്നെ നമ്മളിന്ന് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കറി എന്ന് വെച്ചാൽ ഇന്നലെ സാമ്പാർ വെച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ കറി. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഉപ്പേരിയൊക്കെ വെച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെയ്ച്ചോറും കിട്ടിയപ്പോൾ പിന്നെ നെയ്ച്ചോറും ബീഫ് കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറെല്ലാം കഴിച്ച് ഉമ്മ അതിന് കൂടെ തന്നെ അച്ചാറും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയൊന്നും നമ്മൾ ഉണ്ടാക്കാൻ നിന്നില്ല. ഈ കച്ചമ്പറിയില്ലേ അതൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. സമയം വെറുതെ കളയണ്ടല്ലോ, നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ റൂം ഞാൻ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാട്ടക്കാടെ ഷർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ അതാ ക്ലോക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫ് ചെയ്തെന്ന് വെച്ചാൽ കർട്ടന് വരുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടതാണ്. പിന്നെ അവിടെ ഞാനൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തേക്കൊക്കെ കാണുന്നതാണ്, ഇവിടെ ലൈറ്റ് ഇട്ട് അവിടെ നിങ്ങടും കാണാം. പിന്നെ ഇതാ ഈ ജനലിൻ്റെ അവിടെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചെടുക്കുകയാണ് കേട്ടോ. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇവിടെ ഞാൻ കർട്ടൻ ഇട്ടില്ല കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ ബെഡ്മെന്ന് ഊരിയിട്ടുണ്ടായിരുന്നില്ല, കാരണം പൊടിയൊന്നും ആവണ്ട വെച്ചിട്ട് അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഒരുപാട് തുണികൾ കഴുകിയത് മടക്കാനുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം കൂടിയിട്ട് ഒപ്പം ഇങ്ങനെ കഴുകിയെടുക്കല്ലേ. അങ്ങനെ കഴുകിയത് മടക്കി വെക്കാനായിട്ട് കുറേ സമയം എടുത്തിട്ടാണ്. ഞാനാണെങ്കിൽ രാത്രി ചോറ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ തുണികളൊക്കെ മടക്കാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ ഇതാ അന്നത്തെ ദിവസം അതവിടെ കഴിഞ്ഞ് പിന്നെ ഇതാ ഹാളും പിന്നെ കോണിയുടെ മേലെ കോണി റൂമില്ലേ അവിടെ, പിന്നെ കോണിയുടെ അടിഭാഗം അവിടെ നമ്മൾ ചെരുപ്പൊക്കെ വെക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതാ സെറ്റിയൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് അവിടെയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണോണ്ട് തന്നെ ഇവിടെ കാര്യമായിട്ട് അങ്ങനെ പൊടിയൊന്നുമില്ല. പിന്നെ ഹാളാണല്ലോ, നമ്മളെപ്പോഴും നമ്മുടെ കൈയൊക്കെ എത്തുന്നതാണ് ഇവിടെയൊക്കെ. ഇടയ്ക്കൊന്ന് വലിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് തട്ടി കുടയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് കോണിയുടെ അടി, പിന്നെ മേലെ കോണി റൂമിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അടുക്കളയും കൂടിയിട്ട് ഇന്നാണ് കേട്ടോ ക്ലീൻ ചെയ്യണത്. ഇന്നത്തെ ദിവസം നല്ല പണിയായിരുന്നു കേട്ടോ, കാരണം കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്ടല്ലോ. പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു മാറ്റി മാറാലടിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് ചൂലായിട്ടല്ല കേട്ടോ, മാറാലക്കോലായിട്ട് ഞാൻ തട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഓരോ ദിവസം വെച്ച് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച മുതൽ തുടങ്ങിയ പണി ഞാനൊരു വ്യാഴാഴ്ച ആകുമ്പോഴേക്കും തീർക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ തീരുമാനിക്കും ഇന്ന ദിവസം ഈ ഭാഗങ്ങളൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളത്. ഞാൻ തലേ ദിവസം തന്നെ തീരുമാനിക്കാറുണ്ട് കേട്ടോ. ഞാൻ തിങ്കളാഴ്ച തുടങ്ങണ കാര്യം ഞാൻ ഉമ്മാട് ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച ഈ റൂമുകൾ വൃത്തിയാക്കണം, ചൊവ്വാഴ്ച ഞങ്ങളുടെ റൂം വൃത്തിയാക്കണം, പിന്നെ ബുധനാഴ്ച അടുക്കളയും ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കണം. പിന്നെ വ്യാഴാഴ്ചയാണ് കേട്ടോ നമ്മൾ എവിടെ വെച്ചിട്ട് ക്ലീൻ ചെയ്തത്, ചെറിയ അടുക്കളയില്ലേ, ചെറിയ അടുക്കളയുടെ അടിഭാഗം കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ വ്യാഴാഴ്ചയാണ് കേട്ടോ ചെയ്തത്, ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനൊക്കെ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ അടുക്കളയ്ക്ക് എത്തിയിട്ടാ. അങ്ങനെ നമ്മൾ ഹാളും കോണി റൂമും കോണിയുടെ അടിഭാഗം എല്ലാം ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം വൃത്തിയായതിനു വെച്ചതാ
അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ മേലത്തെ കുറച്ചധികം സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ. വേണ്ടതായിട്ടും വേണ്ടാത്തതായിട്ടും ഒക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചെടുക്കണത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ടത് മാത്രമാണ് കേട്ടോ പിന്നെ മേലെ കയറ്റി വെച്ചോളൂ. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം റേക്കയുടെ മേലത്തെ എല്ലാതും കൊണ്ട് ഇറക്കി വെച്ച് എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതെല്ലാം വേണ്ടത് മാത്രം അങ്ങോട്ട് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഷോക്കേഴ്സ് ഭാഗത്തൊക്കെ ഒന്ന് ഇറക്കി വെച്ചോളൂ. പിന്നെ അതിനിടയിൽ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടമ്മ കഴിക്കാനെന്ന് വെച്ചിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഞാൻ വേഗം കുറച്ച് സേമിയ ഇരുന്നിരുന്നു. അപ്പോൾ അതിനിടയിൽ പോയിട്ട് വേഗം സേമിയയും പായസമൊക്കെ വെച്ച് തേങ്ങയൊക്കെ പൊളിച്ച് തേങ്ങാപ്പാലെടുത്ത് അതൊക്കെ അതിനിടയിൽ കഴിഞ്ഞ് അവർക്കത് കൊടുത്തിട്ടാണ്. അപ്പോൾ സയ്യാനാണെങ്കിൽ വന്ന് കുളിക്കാനൊന്നും നിൽക്കൊന്നുമില്ല. അവനക്ക് കുറച്ച് സമയമൊക്കെ അങ്ങനെ നടക്കണം യൂണിഫോം ഇട്ടിട്ട്. അപ്പം അങ്ങനെ കുട്ടികൾക്കും പായസം കൊടുത്ത് അപ്പം ഞാനും ഇരുന്ന് കഴിച്ചിട്ടാണ്. നമ്മളിങ്ങനെ പണിയെടുക്കണോണ്ട് തന്നെ വിശക്കണുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ ചോറ് കഴിച്ചല്ലോ. അപ്പം ഞാനും കുറച്ച് പായസം കുടിച്ച് ഇങ്ങനെ ആക്രാന്തം കൂട്ടി കഴിക്കല്ല കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ്. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ ഒരുവിധം ഒതുങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമേ വെച്ചുള്ളൂ. ഇതന്നെ ഞാൻ അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്തിട്ടാണ് കേട്ടോ വീഡിയോ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മളെല്ലാം കൂടി വീഡിയോ ഇടുന്ന ഇതാകുമ്പോഴേക്കും നല്ല ലെങ്തി ആയി പോട്ടെ വീഡിയോ. അപ്പോൾ ചുരുക്കി നല്ല സ്പീഡാക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കളയുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ അടിയൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ വിറകൊക്കെ കൊടുന്നിട്ടിട്ട് അത്യാവശ്യം ചെതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇനി വിറക് കൊടുന്നിട്ടില്ല എന്നാണ് കേട്ടോ ഞാൻ തീരുമാനിച്ചെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഡപ്പകളൊക്കെ എല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ തന്നെ ഞാൻ ഈ പണിക്ക് നനച്ചുള്ളി പണിക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഡപ്പകളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അരിയൊക്കെ വെയിലത്തിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് പിന്നെ നമ്മൾ കാലിയായിട്ടൊക്കെ കുറേ ഡപ്പകൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനും ചെയ്യാനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്തൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അടുക്കള ക്ലീൻ ചെയ്യണ സമയത്ത് വലിയ ഭാരമായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ഡപ്പകളൊന്നും കഴുകണ ആ ഒരു ഇത് വന്നില്ല. കാരണം നമ്മൾ ഒക്കെ ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ നനച്ചുള്ളി വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.